നടൻ സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പെന്ന് കണ്ടെത്തൽ. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തൽ. അന്വേഷണം നടന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടൻ സൗബിൻ ഷാഹിറിൽ നിന്ന് വിശദീകരണം തേടും. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നമുക്കറിയാം ആദ്യം മുതൽ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ അതിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിലനിന്നിരുന്നു. കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇതിൽ ഊർജിതമായി നടക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, പറവ ഫിലിംസിന്റെ ഓഫീസിൽ ഇന്നലെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യാനായിട്ട് ആദായ നികുതി വകുപ്പ് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ ഈ ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരുങ്ങുന്നത്. ഈ പറവ ഫിലിംസ് കള്ളപ്പണ ഇടപാട് നടത്തി എന്ന ഒരു ആരോപണമായിരുന്നു നേരത്തെ മുതൽ തന്നെ ഉയർന്നിരുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുള്ള ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സിറാജിനെ സാമ്പത്തികമായി പറ്റിച്ചു എന്ന ഒരു പരാതി കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ പോലീസ് കേസെടുക്കുകയും പിന്നീട് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ED സൗബിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ആദായ നികുതി വകുപ്പ് കൂടി ഇന്നലെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള പല രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പാണ് സൗബിൻ നടത്തിയത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് ബാങ്ക് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇതിനെ തുടർന്ന് തന്നെയാണ് സൗബിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പ്രധാനമായിട്ടും ഈ പരാതിക്കാരന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിൽ നിന്ന് 22 കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അതായത് 22 കോടി രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവായിട്ട് വരിക. എന്നാൽ 18 കോടി രൂപ മാത്രമാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ചെലവായിട്ടുള്ളത്. മാത്രവുമല്ല, സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ആദ്യ ഷെഡ്യൂളുകൾ പൂർത്തിയാക്കി എന്നുള്ളൊരു കാര്യം കൂടി ഈ പറവ ഫിലിംസ് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ താൻ സാമ്പത്തിക നിക്ഷേപം നടത്തിയതിനു ശേഷം തന്റെ മുടക്കുമുതൽ പോലും നൽകാനായിട്ട് ഈ കമ്പനി തയ്യാറായില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പരാതിക്കാരൻ ഉന്നയിച്ചത്. ഇങ്ങനെ അദ്ദേഹത്തിന് 47 കോടിയോളം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ പറയുന്നുണ്ട്. 40% സിനിമയുടെ ലാഭവിഹിതത്തിന്റെ 40% നിർമ്മാണത്തിനായിട്ട് നിർമ്മാതാവ് എന്ന നിലയിൽ തരാം എന്ന് ഇവർ അറിയിച്ചിരുന്നത്. എന്നാൽ സിനിമ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ട് പോലും 1 രൂപ പോലും തനിക്ക് തന്നില്ല എന്നായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനം. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയും സൗബിനെതിരായിട്ടുള്ള രേഖകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ശരിയില്ല.